ഭക്ഷണത്തിലേക്ക് ഉസ്താദുമാരെ രാവിലെ കൊണ്ടുവന്ന് തുപ്പുന്ന ഒരു പ്രക്രിയ ഹലാലാക്കാൻ ഒരു വൃത്തികെട്ട മനുഷ്യന്റെ വൃത്തികെട്ട നാവ് കൊണ്ട് അദ്ദേഹം അത് അങ്ങനെ പലതും പറഞ്ഞു. എന്തൊക്കെ കോലാഹലങ്ങൾ ഇവിടെ! തുപ്പൽ ജിഹാദ്, ലവ് ജിഹാദ്, ഇതൊക്കെയും അവജ്ഞയോടെ തള്ളിക്കളഞ്ഞവരാണ് ഞങ്ങൾ. അങ്ങനെ പല പല വിവരക്കേടുകൾ. പ്രേമിച്ചു മതം മാറ്റാൻ ലവ് ജിഹാദ് എന്നൊരു പ്രക്രിയയുണ്ട് എന്നിവിടെ പ്രചരിപ്പിച്ചു. ഞങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് വിശിഷ്യ കേരളത്തിൽ വ്യത്യസ്തമായ വിദ്യാഭ്യാസ ബോർഡുകളിൽ മദ്രസകളുണ്ട്. 10,000-ലധികം മദ്രസകൾ. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡിന്റെ, അങ്ങനെ നിരവധി വിദ്യാഭ്യാസ ബോർഡുകളിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇവിടെ ഇതൊരു പുണ്യപ്രവൃത്തിയാണ്. ഒരു അന്യ മതത്തിൽപ്പെട്ട പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന ഒരു ഇബാദത്താണെങ്കിൽ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ അതുണ്ടാവില്ലേ? നിങ്ങൾ ആരെങ്കിലും അത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കിതാബിൽ അങ്ങനെയുണ്ടോ? ഏതെങ്കിലും ഒരു ഉസ്താദ് അങ്ങനെ പ്രസംഗിക്കാറുണ്ടോ? നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളങ്ങൾ പരസ്യമായി പറഞ്ഞു. എന്തൊക്കെയാണ് പറയുന്നത്? തലക്ക് ഒഴിവില്ലാത്ത മുമ്പ് ജനപ്രതിനിധിയായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഇപ്പോൾ പറയുന്നത് മുസ്ലിമീങ്ങളൊക്കെ മറ്റുള്ള മതക്കാർക്ക് കൊടുക്കുന്ന ചായയിലും നാരങ്ങ വെള്ളത്തിലും ഒരു തുള്ളിമരുന്ന് പ്രയോഗിക്കാറുണ്ട് എന്ന് പറയുന്നു. ഇതൊക്കെയും ചിരിച്ചു തള്ളലാണ് നമ്മൾ പതിവ്. പക്ഷേ അതുപോലെയല്ല ഇത്. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ഇവിടെ വായാടികൾ പലതും പറയാറുണ്ട്. തീവ്രവാദത്തിന്റെ ആളാണ്, ഭീകരവാദത്തിന്റെ ആളാണ് പലതും. പക്ഷെ ഇതങ്ങനെയല്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നവരാണിത് പറയുന്നത്. വളഞ്ഞ വഴിയിലൂടെ ഇന്ദ്രപ്രസ്ഥത്തിൽ കയറിയവരാണ് സംഘപരിവാറെങ്കിലും രാജ്യം ഭരിക്കുന്നവരാണവർ. അതുകൊണ്ട് രാജ്യം ഭരിക്കുന്നവർ ഉത്തരവാദിത്തത്തോടെ സംസാരിക്കേണ്ടവരാണ്. താൽക്കാലികമായ ഒരു സസ്പെൻഷനിലൊന്നും ഇക്കാര്യം ഒതുങ്ങുന്നതല്ല. ലോക രാജ്യങ്ങൾ മുഴുവനും നോക്കൂ നിങ്ങൾ. ഇന്ത്യ മഹാരാജ്യം, പൈതൃകമുള്ള ഒരു രാജ്യം, പാരമ്പര്യമുള്ള ഒരു രാജ്യം. വിദേശ രാജ്യങ്ങളിൽ പോയ ആളുകൾക്കറിയാം, അവിടെ ഷോപ്പുകൾ തേടി നടക്കുന്ന ആളുകൾ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളാണ് അന്വേഷിക്കുന്നത്. ഒരു തട്ടം കിട്ടാൻ, ഒരു ഷാള് കിട്ടാൻ. മക്കയിലും മദീനയിലുമൊക്കെ അറബികൾ ഹിന്ദുസ്ഥാനിന്റെ, ഇന്ത്യ രാജ്യത്തിന്റെ, ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ പരതി നടക്കാറുണ്ട്. ഇന്ത്യക്കാരായ നമുക്ക് പലപ്പോഴും അതൊന്നും കിട്ടാറില്ല. നിങ്ങൾ കൊല്ലം ജില്ലക്കാരാണ്. നല്ല കശുവണ്ടി നിങ്ങളത് കിട്ടണമെങ്കിൽ സൗദി അറേബ്യയിൽ പോകണം. നല്ല ചെമ്മീൻ കഴിക്കണമെങ്കിൽ അങ്ങോട്ട് കയറ്റി വിടുകയാണ്. അവിടെയാണ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ മഹത്വമുള്ളതായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങളുടെ മുകളിൽ മൂകുപടവിട്ട് അത് മാറ്റിവെച്ചിരിക്കുന്നു. തീർന്നില്ല. ഇന്ത്യക്കാരനെ കാണുമ്പോൾ മറ്റു രാജ്യക്കാര് അന്ത ഹിന്ദി ഒരു ആഭാസകരമായ ചോദ്യം. അപ്പൊ പാവപ്പെട്ടവൻ പറയേണ്ടി വരികയാണ്, അന ഹിന്ദി ലേക്കിൻ അന സംഗി ലാ സംഗി, ഞാൻ സംഗിയല്ല, ഞാൻ ഒരു ഹിന്ദുസ്ഥാനിയാണ് എന്നേ ഉള്ളൂ, RSSകാരനല്ല എന്ന പറയേണ്ട ഗതികേടിലേക്ക് മാറിയിരിക്കുകയാണ്. തമാശയാണെങ്കിൽ പോലും ഓരോ മനുഷ്യരും ഈ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് ഇന്ത്യക്കാരനാണെന്ന് പറയുമ്പോൾ പ്രവാചകനെ ആക്ഷേപിച്ച നാട്ടുകാരെന്ന ഒരു വൃത്തികെട്ട രീതിയിലാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനപതികളെ അവരുടെ രാജ്യത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിളിച്ചു വരുത്തി ശാസിക്കുന്ന അവസ്ഥയുണ്ടായി. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു? ഇത് ചെറിയ കാര്യമല്ലാത്തത് കൊണ്ടാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന നേതാവിനെ ആക്ഷേപിച്ചാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാതാപിതാക്കളെക്കാൾ മറ്റെല്ലാത്തിനേക്കാളും ഉപരി ഏറ്റവും കൂടുതൽ നബി മുഹമ്മദ് റസൂലുള്ളാഹിയെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു വിശുദ്ധ പ്രവാചകൻ. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ സ്വന്തം മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും മറ്റെല്ലാത്തിനേക്കാളും ഉപരി മുത്തനബിയെ സ്നേഹിക്കുന്നത് വരെ വിശ്വാസിയാകുകയില്ല. ഇതെന്തുകൊണ്ട് പറയുന്നു? മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ താൽക്കാലികമായ ജീവിതം കഴിഞ്ഞ് നാളെ മഹ്ശറയിൽ പാരത്രിക ലോകത്തെത്തുമ്പോൾ അവിടെ പടച്ച റബ്ബിന്റെ മുന്നിൽ നമ്മൾ ഈ ലോകത്ത് പ്രവർത്തിച്ച പ്രവർത്തനങ്ങളൊക്കെ വെളിവാക്കപ്പെടുമ്പോൾ അവിടെ ഒരുപക്ഷെ തിന്മയുടെ വാഹകരായി നമ്മൾ ശിക്ഷിക്കപ്പെടാനിരിക്കുമ്പോൾ എല്ലാവരും വിഭ്രാന്തി പൂണ്ടുന്ന മഹ്ശറാവൻ സഭയിൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമൈദിൻ ശഅ്നുൻ യുഗ്നി. സ്വന്തം മാതാവ്, ഉമ്മ, വാപ്പ, കൂട്ടുകാർ, സഹോദരന്മാർ എല്ലാവരും ഓടി അകലുന്ന ആ സന്നിഗ്ധ ഘട്ടത്തിൽ നമ്മെ സഹായിക്കാൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ്
ഞങ്ങൾ ഏറ്റവും കൂടുതൽ അവളോട് കടപ്പെട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഡാർക്കേജിലെ ഇരുണ്ട നൂറ്റാണ്ടിൽ നിന്ന് അപരിഷ്കൃതരായ അറബികൾക്കിടയിൽ ജീവിച്ച പുണ്യഭൂമാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമർപ്പിച്ച ഈ വെള്ളി വെളിച്ചം, ഈ പ്രത്യയശാസ്ത്രം, അത് ഞങ്ങൾക്ക് കിട്ടാൻ കാരണക്കാരനായ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ നേതൃത്വത്തെ വെല്ലാൻ ലോകത്തൊരു നേതാവില്ല. അന്തരീക്ഷത്തിലേക്ക് അഖില സമയവും അടിച്ചു വീശുന്ന ഒരു നാമമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇപ്പോഴും ഇവിടുന്ന് വാൻകൊലി മുഴങ്ങി, ഇപ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ശബ്ദത്തെ, നാമത്തെ നാം ഉയർത്തിയിരിക്കുന്നു. അള്ളാഹു പറഞ്ഞതാണ്. ആ ശബ്ദം ഏതു സമയവും അന്തരീക്ഷത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയതൊരു ദിനം 5 നേരം നാം അവിടത്തേക്ക് അഭിവാദ്യമർപ്പിക്കുകയാണ് നിസ്കാരത്തിൽ. ഇതിലൊക്കെ വിറളി മൂണ്ടിട്ട് കാര്യമില്ല. ഇതിലൊക്കെ അസ്വസ്ഥഭരിതമായ മനസ്സുമായി നടക്കുന്ന ചിലർ റസൂലുള്ളാഹിയുടെ ആ മഹാമനീഷിയുടെ വ്യക്തിപ്രഭാവത്തെ ഇടിച്ചു താത്താൻ ഇപ്പോൾ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, പുണ്യഭൂമാൻ മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് 6 വയസ്സായ ആയിഷയെ പീഡിപ്പിച്ചു എന്നാണ് ആരോപണം. അങ്ങനെ വരുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു, ഞാനിപ്പോൾ ആ മഹാന്മാരുടെ പേരൊന്നും ഇവിടെ പറയുന്നില്ല. നിങ്ങളൊക്കെ വിവരമുള്ളവരാണ്. യൂട്യൂബിലും ഗൂഗിളിലും വിക്കിപീഡിയയിലും മറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നോക്കാവുന്ന എല്ലാ മേഖലയിലും നോക്കിയാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കല്യാണം കഴിച്ച മഹാർഗന്മാരുടെ പേര് വിവരങ്ങൾ വരും. അതിൽ 5 വയസ്സുകാരിയുണ്ട്, 9 വയസ്സുകാരിയുണ്ട്. രാജ്യങ്ങളുടെ ലോകത്തിന്റെ, ഇപ്പോൾ ഇന്ത്യ രാജ്യത്തു തന്നെ 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ 9 വയസ്സിൽ വിവാഹമുണ്ടായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് 15 ആക്കിയത്. ഈ നൂറ്റാണ്ടിൽ 18 ആക്കി. ഇപ്പോൾ 22 ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ സമയങ്ങളിൽ. പക്ഷേ ഒരു പെൺകുട്ടി 9ാമത്തെ വയസ്സിൽ പ്രായപൂർത്തിയാകും. തമിരിയ ചന്ദ്രമാസ കണക്കനുസരിച്ച്. എന്റെ മുന്നിൽ നിൽക്കുന്ന പലരുടെയും ഉമ്മമാരുടെ, അവരുടെ ഉമ്മൂമ്മമാരുടെ വിവാഹ പ്രായം എത്ര വയസ്സിലായിരുന്നു? എന്റെ മാതാവിനെ എന്റെ പിതാവ് കല്യാണം കഴിക്കുമ്പോൾ 13 വയസ്സാണ്. എന്റെ മാതാവിനെ. നിങ്ങളിൽ പലർക്കും ഇത് പറയാനുണ്ടാകും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ബലാത്സംഗം ചെയ്തു എന്ന് മോശമായ പരാമർശം നടത്തിയ പെണ്ണറിയണം. ഈ സംഘടിച്ചു പെണ്ണിന് കഥയറിഞ്ഞുകൂടാ. പിന്നീട് 9 വർഷക്കാലം വിവാഹിതയായി മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ സഹധർമ്മിണിയായി ജീവിച്ച ആയിഷ, അവിടുന്ന് ആർത്തവകാരിയായിരിക്കെ വെള്ളം കുടിച്ച കപ്പിൽ അതേ സ്ഥലത്ത് ചുണ്ടമർത്തി വെള്ളം കുടിക്കുന്ന മുഹമ്മദ് മുസ്തഫ. മുത്തുനബിയുടെ ദാമ്പത്യ ജീവിതം മനോഹരമാണ്. സുന്ദരമായ ദാമ്പത്യ ജീവിതത്തെ, പ്രവിശാലമായ ജീവിതത്തെ ഇപ്പോൾ ഇവിടെ നമുക്ക് വിശാലമായി പറയാൻ സമയമില്ല. മുത്തുനബി ആയിഷ റളിയല്ലാഹു അൻഹ ഓട്ട മത്സരം നടത്തുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അന്ന് ഓടി 1ാമതെത്തുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ 1ാമതെത്തിയപ്പോൾ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓട്ടത്തിൽ 1ാമതെത്തുകയാണ്. ഓട്ടത്തിൽ 1ാമതെത്തി. പിന്നീട് ഒരിക്കൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി ആയിഷ ബീവിയെ ഓട്ട മത്സരത്തിന് ക്ഷണിക്കുകയാണ്. അവിടുത്തെ ദാമ്പത്യ ജീവിതമാണിത്. ഇന്നത്തെ പോലെ പാതിരാ സമയത്ത് വീട്ടിൽ കയറി വന്ന് ഭാര്യയുമായി ഒരു അല്പസമയം സംസാരിക്കാൻ പോലും സമയമില്ലാതെ പാതിരാ സമയത്തും ഇങ്ങനെ ചാനലിൽ കുത്തിയിരുന്ന് മറ്റുള്ളവരുടെ കുറ്റവും കുറവും ചികഞ്ഞന്വേഷിക്കുന്നവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നിങ്ങൾ കണ്ണോടിച്ചാൽ 1ഉം 2ഉം 3ഉം 4ഉം ഒക്കെ കല്യാണം കഴിഞ്ഞ് പേരാപാരാ നടക്കുന്നവരാണ്. സ്വസ്ഥ സമ്പൂർണമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയാതെ അലഞ്ഞു തിരിഞ്ഞ ഈ വിരൽ പിടിച്ച കൂട്ടം വെറുതെ പറയുന്നതല്ല. സാത്താന്റെ വചനങ്ങൾ എഴുതിയ സൽമാൻ റുഷ്ദിയുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ചീഞ്ഞു നാറുന്ന കഥകൾ പറയാനുണ്ട്. തസ്ലീമ എത്രണ്ണയാണ് കിട്ടിയത്? ഞാനിപ്പോൾ ഇവരുടെ ഒന്നും പേര് പരാമർശിക്കാൻ ഉദ്ദേശിച്ചതല്ല. തസ്ലീമ നസ്രീന്റെ വിവാഹങ്ങൾ എത്ര കഴിഞ്ഞു? പക്ഷേ നബിയോടൊപ്പം ജീവിച്ച പത്നിമാർ, അവർക്ക് അവരുടെ ജീവിതകാലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞു പോകാൻ അവസരമുണ്ടെന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു. ചിലർ പറയാറുണ്ട്, പിന്നാർക്കും കല്യാണം കഴിക്കാൻ പറ്റാതെ അവരെ കെട്ടിയിട്ടു. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ മുത്ത് റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിമാരെ ഉമ്മമാരായി നിയോഗിക്കുന്നതിന് മുമ്പ് അവസരം കൊടുത്തിട്ടുണ്ട്. ആ പത്നിമാരാരും പ്രിയപ്പെട്ട പ്രവാചകരെ കുറിച്ച് അപകീർത്തികരമായ ഒരു വാർത്തയും അത് പറഞ്ഞിട്ടില്ല. കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയുള്ളൂ.
ഇവിടെ സിനിമാ നടന്മാരുടെ കുടുംബജീവിതം, ഇവിടെ വലിയ തത്വചിന്തകന്മാരായി ചമഞ്ഞു നടക്കുന്നവരുടെ ചീഞ്ഞുനാറുന്ന കുടുംബജീവിതം. പ്രിയപ്പെട്ടവരെ, അതൊന്നും ഇപ്പോൾ പരസ്യമായി പറയുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി മാലോകരോട് പറഞ്ഞു, ആയിഷയുടെ മുന്നിൽ ഓടിയെത്താൻ എനിക്ക് കഴിയാത്തത് കൊണ്ടല്ല, ബോധപൂർവം തോറ്റുകൊടുത്തതാ. തോറ്റുകൊടുത്താണ്. ആയിഷാക്ക് ഇപ്പം വണ്ണം കൂടിയിട്ടുണ്ട്, അപ്പൊ ഒരു അപകർഷതാബോധം വരരുത്, ഞാൻ വണ്ണം തടിയൊക്കെ വെച്ചതുകൊണ്ട് ഇപ്പോ തോറ്റുപോയി, പ്രായമായി എന്ന് മനഃപൂർവ്വം റസൂലുള്ളാഹി തോറ്റ് ആയിഷ ബീവിയെ മുന്നിലെത്തിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹി ഒരു തിയറി പഠിപ്പിച്ചു. ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ, ആ പെണ്ണ് തന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ അല്ലാഹു അവരിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കും. അവളുടെ കൈയൊന്ന് പിടിച്ചാൽ അവരുടെ വിരൽത്തുമ്പുകളിലൂടെ പാപങ്ങൾ താഴെ വീട് പുറത്തു കിട്ടും. ഇസ്ലാം പെണ്ണിന് നൽകിയ മഹാത്മ്യം എത്ര വലുതാണ്. കുഞ്ഞായിരിക്കുമ്പോൾ 2 പെൺകുട്ടികളെ വളർത്തി വലുതാക്കിയാൽ അവന് സ്വർഗമുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി ഭാര്യയാകുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തടിക്കരുത്, അവരെ അന്യരുടെ മുന്നിൽ അപകീർത്തിപ്പെടുത്തരുത്, കിടപ്പറയിലല്ലാതെ അവരെ ഒരിക്കലും മാനം കെടുത്തരുത്, അവരെ മാറ്റി നിർത്തരുത്. ആവശ്യമായി വന്നാലാണ് കിടപ്പറയിലെ ബഹിഷ്കരണം തുടങ്ങി ഭാര്യയുടെ മുഖത്തു നോക്കുന്നത് ആരാധനയാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി. മാതാവായാലോ സ്ത്രീത്വത്തിന് ഇത്രയേറെ മഹാത്മ്യം കൊടുത്ത ഒരു പ്രത്യാശാസ്ത്രം വേറെ ഏതുണ്ട്? ആ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ പറഞ്ഞുവല്ലോ, 9 വയസ്സുള്ള ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത് ഇവിടെ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. തന്റെ വ്യക്തി ജീവിതത്തിലൂടെ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി പറയേണ്ട കാര്യങ്ങൾ സ്ത്രീ സമൂഹത്തെ പഠിപ്പിച്ചു. ആയിഷത്തു സിദ്ദീഖയുടെ അരികിലേക്ക് അൻസാരിയായ ഒരു വനിത വരികയാണ്. ആ പെൺകുട്ടി റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്കാണ് ആദ്യം പോയത്. അവിടുത്തോട് ചോദിച്ചു, എനിക്ക് ആർത്തവം ഉണ്ടായി, അത് വൃത്തിയായി, ഞാൻ എന്തൊക്കെ ചെയ്യണം? നബി തങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഒരു പരുത്തി എടുക്കണം, അതവിടെ വെക്കണം, സുഗന്ധം ഉപയോഗിക്കണം, വീണ്ടും അതെവിടെ വെക്കണം? ആ പെൺകുട്ടി ആയിഷ ഇങ്ങോട്ട് വിളിച്ചു. അതൊക്കെ തങ്ങളോടാണ് ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞു തരാം. ഇത് പറയാൻ ആയിഷ റളിയല്ലാഹു അൻഹ വേണം. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ആർത്തവകാരിയായ പെൺകുട്ടി എങ്ങനെ വർത്തിക്കണമെന്ന് ലോകത്തോട് പഠിപ്പിച്ചത്. ലക്ഷക്കണക്കിന് പ്രവാചക വർത്തമാനങ്ങൾ, ഹദീസുകൾ ലോകത്തോട് പ്രിയപ്പെട്ട ആയിഷയാണ് സമർപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രിയപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ദാസസ്ഥ സമ്പൂർണമായ ദാമ്പത്യ ജീവിതം. ഒരിക്കൽ എന്തോ കാര്യത്തിന് ദേഷ്യപ്പെട്ട ആയിഷത്തു സിദ്ദീഖ നബി തങ്ങളുടെ മുന്നിലിരിക്കുന്ന ഭക്ഷണത്തളിക തട്ടി താഴെയിട്ടു. ഈന്തപ്പഴങ്ങളൊക്കെ ചിതറി വീണു, പാത്രം പൊട്ടിച്ചിതറി. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മുന്നിൽ അബൂബക്കർ സിദ്ദീഖുണ്ട്. അബൂബക്കർ നബി ഖുഹാഫ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ്. ആയിഷയുടെ നേരെ കൈയോങ്ങി മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, ഇത് ഞങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നമാണ്, ഞങ്ങൾ തീർത്തുകൊള്ളാം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ആയിഷക്ക് പരാതിയില്ലെന്ന് പറഞ്ഞത്, പരിഭവമില്ലെന്ന് പറഞ്ഞത്. 9 വർഷക്കാലത്തെ ദാമ്പത്യ ജീവിതം കഴിഞ്ഞു. സുദീർഘമായ നാളുകൾ വീണ്ടും ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചു. അന്നൊന്നും ആയിഷ ബീവിക്ക് പരാതി ഉണ്ടായിട്ടില്ല. കല്യാണം കഴിച്ചു കൊടുത്ത അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് പരാതി ഉണ്ടായിട്ടില്ല. അവിടുത്തെ നാട്ടുകാർക്ക് പരാതി ഉണ്ടായിട്ടില്ല. കൂട്ടുകാർക്കും വീട്ടുകാർക്കും പരിഭവം ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാക്കളായ അബൂജഹലിനോ അബൂലഹബിനോ പരാതി ഉണ്ടായിട്ടില്ല. 114 കഴിഞ്ഞപ്പോൾ ഒരു സംഘപരിവാറുകാരിക്ക് ആയിഷ ബീവിയുടെ കുടുംബ ജീവിതത്തിന്റെ ഈ ജീവിതത്തിൽ വല്ലാതെ വിഷമം തോന്നുന്നുവെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കാം. അത് വിഷമമല്ല, അസൂയയാണ്. നബി തങ്ങളുടെ കുടുംബ ജീവിതത്തിലും ആയിഷ ബീവിയുടെ കുടുംബ ജീവിതത്തിലുമുള്ള ആ ജീവിതം കണ്ടുകൊണ്ടുള്ള, അതുപോലെ ആകാൻ കഴിയാത്തതിലുള്ള അസ്വസ്ഥതയിൽ നിന്നുണ്ടായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതം തുറന്ന പുസ്തകമാണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം, നമ്മുടെ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെ വിശദമായി അതിനെക്കുറിച്ചൊക്കെ വെള്ളിയാഴ്ചയിൽ ഉസ്താദിന്റെ പ്രഭാഷണം ഉണ്ടായിട്ടുണ്ട്. സമയം അതിക്രമിക്കുന്നത് കൊണ്ട് അത് ശരിയൽപ്പം സംസാരിക്കും, ഞാൻ നിർത്തി സംസാരിക്കുന്നില്ല. ഇവിടെ പരാമർശിച്ചു ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഏറ്റവും ജീവസുറ്റ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള സമയം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തന്റെ ലൈംഗികാസക്തി കത്തിച്ചൊലിച്ചു നിൽക്കുന്ന 25 വയസ്സുകാരൻ. അന്ന് നബി തങ്ങൾക്ക് വേണമെങ്കിൽ 5 വയസ്സുകാരിയെ കിട്ടാത്തത് കൊണ്ടാണോ? 9 വയസ്സുകാരിയെ കെട്ടാൻ കഴിയാത്തത് കൊണ്ടാണോ? സുമുഖരായ സുന്ദരരായ
നല്ല കുടുംബത്തിൽ പറഞ്ഞ ഹാഷിം കുടുംബത്തിൽ, ഖുറൈശി കുടുംബത്തിലെ ഹാഷിം വംശത്തിലെ നല്ല സുന്ദരനായ മുഹമ്മദ് മുസ്തഫ 25 വയസ്സുള്ളപ്പോ 40 വയസ്സുള്ള വിധവയെ കല്യാണം കഴിച്ചു. ആദ്യമായി വിവാഹം കഴിക്കുന്നത് അതാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ 2 വിവാഹം കഴിഞ്ഞ് 4 മക്കളുമായിരിക്കുന്ന ഖദീജ ബീവിയോടൊപ്പം നീണ്ട 25 വർഷം മുഹമ്മദ് റസൂലുള്ളാഹി ദാമ്പത്യ ജീവിതം നയിച്ചു. 50 വയസ്സ് റസൂലുള്ളാഹിക്കാകുമ്പോ 45 വയസ്സ് കഴിഞ്ഞപ്പോഴൊക്കെ മറ്റൊരു കല്യാണം കഴിച്ചുകൂടെ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ജീവിതകാലത്ത് ഒരു കല്യാണം കഴിച്ചില്ല. അതിനുശേഷം ബീവി സൗദ റളിയല്ലാഹു അൻഹ 5 മക്കൾ. ഇതുപോലെ വിധവ പ്രിയപ്പെട്ട സൗദ ബീവി റളിയല്ലാഹു അൻഹയും തന്റെ ഏകദേശം വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ റസൂലുള്ളാഹിയുടെയും 40-50 വയസ്സിനു ശേഷം തുടർന്നങ്ങോട്ട് വിവാഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവർ വിവാഹത്തിന് പ്രായപരിധിയില്ല, ഇത്ര കല്യാണം കഴിക്കാനൊന്നില്ല. ഇവിടെ 1006 വിവാഹം കഴിച്ച മഹാമനീഷിയുണ്ട്. ഞാൻ ആ മതത്തെ കുറ്റപ്പെടുത്തില്ല, അത് ആ മതത്തില് അന്ന് അതൊരു പ്രശ്നമല്ല. പ്രിയപ്പെട്ടവരെ, 13 വയസ്സിലും 12 വയസ്സിലും 9 വയസ്സിലുമൊക്കെ വിവാഹം നടത്തിയ മത നേതാക്കന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാർ ഞങ്ങളുടെയും പ്രവാചകന്മാരാണ്. അവർക്ക് വേറെയും ഭാര്യമാരുണ്ട്. അവർക്കിടയിൽ ഞങ്ങൾ വ്യത്യാസം കാണില്ല. അതുകൊണ്ട് അവരെ തെറി പറയാനോ അതിന്റെ പേരിൽ ആക്ഷേപിക്കാനോ ഒരു ആദർശം കൊണ്ടല്ലേ നേരിടേണ്ടത്? നിങ്ങൾ നേരത്തെ പലതും പറഞ്ഞിരുന്നു. നിങ്ങൾ പല്ലിയെ കൊല്ലുന്നതോ അല്ലെങ്കിൽ ആളെ കൊല്ലാൻ ഖുർആനിലുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഒരു രസമുണ്ട്, അതിനൊക്കെ മറുപടി പറയാനും. ഇത് ഒരു വ്യക്തി ജീവിതത്തെ കളങ്കപ്പെടുത്തിയിട്ട്, ഞങ്ങളെ വ്രണപ്പെടുത്തിയിട്ട് അതുവഴി നിങ്ങൾക്ക് ഒരു സുഖം കിട്ടുന്നുവെങ്കിൽ എന്തു പറയാനാണ് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉമ്മാക്കി കാണിച്ചിട്ടൊന്നും, പേടിപ്പിക്കലുകൾ കൊണ്ടൊന്നും, പരിഹാസങ്ങൾ കൊണ്ടൊന്നും ഈ മതത്തെ താഴ്ത്തിക്കെട്ടാനോ അപകീർത്തിപ്പെടുത്താനോ നിങ്ങൾക്ക് സാധ്യമല്ല. ദിനം പ്രതി ഈ മതത്തിലേക്ക് ആളുകളുടെ കുത്തൊഴുക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒറ്റപ്പെട്ട 1-2 ആളുകൾ മതമുപേക്ഷിച്ചു എന്ന് പറയുമ്പോഴേക്ക് മതം വിട്ട പെണ്ണെന്ന് പറഞ്ഞ് മതം പൊട്ടിയ പെണ്ണുകളെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നുവെങ്കിൽ യൂറോപ്പിലും അമേരിക്കൻ ഐക്യനാടുകളിലും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ ഈ മതത്തിനെ പഠിച്ചു മനസ്സിലാക്കി ആയിരക്കണക്കിന് ആളുകളാണ് ദിനം പ്രതി ഇതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നാടുകൊണ്ട് വായുകൊണ്ട് ഈ പ്രത്യാശാസ്ത്രത്തെ ഊതിക്കെടുക്കാൻ കഴിയില്ല. നിങ്ങൾ വായുകൊണ്ട് ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ പരിശ്രമിക്കുന്നു. അള്ളാഹു ഈ പ്രകാശത്തെ പൂർണ്ണമാക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, എന്റെ മുസ്ലിം സഹോദരന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ, അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ച ആളുകളോട് സന്ധിയാകാൻ നമുക്ക് കഴിയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അവരോടുള്ള സമരമാണ് നാടുകൊണ്ടേ നടത്തുന്നത്. അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവരോട് സമരസപ്പെടാൻ, യോജിപ്പിലെത്താൻ കഴിയില്ല. കാരണം വിശ്വാസം ഹൃദയാന്തരങ്ങളിലുള്ള മുസ്ലിമീങ്ങൾക്ക് അതിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഈ രാജ്യത്തെ മുഴുവൻ മതേതരത്വ വിശ്വാസികൾ, മതമില്ലാത്തവരുൾപ്പെടെ ഈ വിശ്വാസ പ്രമാണത്തിന്റെ ആചാര്യ നേതാവ്, അനിഷേധ്യ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ ആക്ഷേപിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അരുതായ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹൈന്ദവരും ക്രൈസ്തവരുമുണ്ട്. ചില ന്യൂനപക്ഷമായ സത്യത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹിയെ ആക്ഷേപിച്ച സംഘപരിവാറുകാരൻ, BJP-കാരൻ, അവൻ ഹിന്ദുമതമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഞാൻ പറയുമ്പോൾ മറ്റൊരു പേര് നൽകലാണ് യാഥാർത്ഥ്യം. അതാണ് ശരി. ഒരിക്കലും ഹിന്ദുമതം, ക്രൈസ്തവ മതം, മറ്റു മതങ്ങൾ ഒരിക്കലും മറ്റു മത നേതാക്കന്മാരെ ആക്ഷേപിക്കില്ല, പരിഹസിക്കില്ല. എല്ലാവരും സ്വസ്ഥ സമ്പൂർണമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ രാജ്യം പ്രത്യേകിച്ചും അങ്ങനെ ഒരു പൈതൃകവും പാരമ്പര്യവുമുള്ള നാടാണ്. ഈ നാടിനെ കുട്ടിച്ചേറാക്കാനും ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും കലുഷിതമായ അന്തരീക്ഷമുണ്ടാക്കി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുമാണ് സംഘപരിവാറുകാരൻ, RSSകാരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കുട പിടിക്കുന്നവരും അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യം മനസ്സിലാക്കി സമാധാനപരമായി ഈ പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് വൈകാരിക
താൽക്കാലികമായി നമ്മൾ ഈ പ്രശ്നത്തെ എടുക്കരുത്. യാഥാർത്ഥ്യം നമ്മൾ പഠിക്കുകയും തലമുറകൾക്ക് പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് സമാധാനപരമായി മുത്തനബിയെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹിയെ ആക്ഷേപിച്ചവർക്ക് അവർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മഹത്തായ ഈ സമ്മേളനം സംഘടിപ്പിച്ച കാരാളിമുക്ക് മുസ്ലിം ജമാഅത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പരിപാലന സമിതിക്ക് ഭരണസമിതിക്ക് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇരുത്തവും നടത്തവുമൊക്കെ ആരാധനയാണ്, ഇബാദത്താണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.